ഹലോ. അങ്ങനെ ആപ്പിൾ അടിപൊളി മാറിയേക്കുവാണ്. എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുകയാണ്. iOS 18-ലും ബാക്കി എല്ലാ OS-കളിലും നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ഇരിക്കുവാണ്. ശരി, ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആദ്യത്തെ ഫോൺ ഒരു ഐഫോണാണ്. ആ ഐഫോൺ എത്ര വർഷം പഴക്കാനും കുഴപ്പമില്ല. ഓക്കെ, ആ ഒരു ഐഫോണിൽ നിന്ന് ഇന്ന് വരെ പുതിയ പുതിയ ഐഫോൺസിൻ്റെ വെർഷൻസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതായത് ആൻഡ്രോയിഡിലേക്ക് ഇതുവരെ നിങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെയാണ്. കുറേയധികം ചേഞ്ചസ്, അതായത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വലിയ ചേഞ്ചസ് ഉള്ള ഒരു OS അപ്ഡേറ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനൊക്കെ ഉണ്ടാവുന്നേക്കാളും മുമ്പ് കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, അതായത് iOS 7-ലൊക്കെ. ഓക്കെ, അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിസ്സാര അപ്ഡേറ്റ് അല്ല. ഇനിയിപ്പം അത് ആൻഡ്രോയിഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാം, അത് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. പണ്ട് തൊട്ട് ആൻഡ്രോയിഡ് വിട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ആപ്പിൾ ഇത് വേറൊരു ലെവലിൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുടെ മെയിൻ വിഷയം iOS 18 തന്നെയാണ്. പക്ഷേ ആ ഒരു ഇവൻറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് OS-ൻ്റെ പുതിയ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് കിട്ടില്ല, അടുത്ത സെപ്റ്റംബറൊക്കെ ആവണം. അടുത്ത സെപ്റ്റംബർ അല്ലെങ്കിൽ ഈ വർഷം അവസാനം ആകുമ്പോൾ അത് മൊത്തം ഒന്ന് സെറ്റായിട്ട് വരാം. പിന്നെ അതിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ കൂടുതലും വരുന്നത് മറ്റേ 15 Proയിലൊക്കെ തന്നെയായിരിക്കും വരാം. ബാക്കിയുള്ളതിലൊക്കെ കണ്ടറിയണം അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും iPadOS-ൻ്റെ 18, അതുപോലെ തന്നെ iOS 18, macOS 15. അപ്പോൾ അതിനെ അവർ വിളിക്കുന്നത് macOS Sequoia എന്നാണ്. പിന്നെ watchOS 11 വന്നു, tvOS 18 വന്നു, പിന്നെ visionOS 2 വന്നു. ഇനി ഒരു iOS 18-ഉം iPadOS 18-ഉം macOS 15-ഒക്കെ ഏതൊക്കെ ഡിവൈസസിലാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസസിലാണ് വരുന്നത്. പോസ് ചെയ്ത് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ ഐഫോൺസിലാണ് iOS 18 വരുന്നത്. ഈ ഒരു ലിസ്റ്റിലുള്ള ഐപാഡുകൾക്കാണ് നമ്മുടെ iPadOS 18 വരുന്നത്. ഈ ലിസ്റ്റിലുള്ള മാക്കുകൾക്കാണ് macOS 15 വരുന്നത്. മിക്കവാറും iPhone X-നും iPhone 11 സീരീസിനും അതുപോലെ തന്നെ iPhone SE 2020-ക്കുള്ള ലാസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും മിക്കവാറും ഈ ഒരു iOS 18. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൃപ്തി അറിയാം. ഓക്കെ, ഇനി നമുക്ക് iOS 18-ലേക്ക് വരാം. ഞാൻ ആദ്യം പറഞ്ഞു, അവർ ചെയ്ത കാര്യങ്ങൾ ആൻഡ്രോയിഡിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തു വച്ചിരിക്കുന്നത് കാണും. ഇപ്പോൾ iOS 18 ബീറ്റ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ബീറ്റ അതായത് പുറത്തുള്ള US ആ റീജിയനുള്ള മിക്കവരും ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം നല്ല രീതിയിൽ ബഗ്ഗാണ്, എന്നാലും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ iOS 18 ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വരുമ്പോൾ വലിയ വലിയ ടെക് യൂട്യൂബേഴ്സ് തമ്മിലടിയാണ്. ട്വിറ്റർ എടുത്ത് നോക്കിയാൽ മതി. ആൻഡ്രോയിഡിലൊക്കെ ഇതൊക്കെ പണ്ടേ വന്നതാണ്. iOS-ൽ ഇത് പറയുമ്പോൾ എല്ലാവരും കൈ കൊട്ടിച്ചിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്, അതിന് തെറി വിളിക്കുന്ന കുറേ കമൻറ്റ് അതിൻ്റെ അടിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സെറ്റപ്പിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ അത് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഞങ്ങളെപ്പോലെയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അങ്ങനെ നടി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മെയിനായിട്ട് ഇപ്പം ഉള്ള ഫീച്ചേഴ്സ് ഉള്ള പോലെ പറയാം. അതല്ലാതെ വേറെ ആൻഡ്രോയിഡ് അതാണ് ചെയ്തത്, ഈ ആപ്പിൾ ഇതാണ് ചെയ്തതെന്ന് പറഞ്ഞുള്ള പരിപാടിയൊന്നും ചെയ്യുന്നില്ല. iOS 18 ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തപ്പോൾ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതാണ് ആ സംഭവം. നിങ്ങൾ ആ ഒരു വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ആ സൈഡിലുള്ള എഫക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്പ്ലേയിൽ ആ ഒരു ചെറുതായിട്ട് പൊങ്ങി വരുന്ന ഒരു സംഭവം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ ഒരു യൂസർ എക്സ്പീരിയൻസിൽ അത് നല്ല രീതിയിൽ ബാധിക്കും. നല്ല ഫീൽ വരും. ഇനി ടോർച്ചിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നു. ഈ ഒരു അപ്ഡേറ്റ് iPhone 15 Pro സീരീസിന് മാത്രമാണ് വരുന്നത്. അത് അവരുടെ ആ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ആ ഒരു ടെക്നോളജി, അതായത് മെട്രിക്സ് അറേ എന്ന് പറയുന്ന ആ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റിലെ പല സെഗ്മെൻ്റായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെ ഈ സോഫ്റ്റ്വെയർ വെച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ഈ ഒരു ഫീച്ചറിൻ്റെ മെയിൻ സംഭവം ടോർച്ച് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഡൈനാമിക് ഐലൻഡിൻ്റെ സംഭവം അവിടെ പൊങ്ങി വരും. ലൈറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതോടൊപ്പം അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ ഒരു iOS 18. ഇപ്പോൾ മേജർ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ആ ഒരു സെറ്റിങ്സ് ആപ്പാണ്. വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന സെറ്റിങ്സ് ആപ്പിൽ ചെറിയ രീതിയിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഞാൻ iOS-ലേക്ക് വരുന്നത് iOS 14-ലാണ്. ഇത് 14 കഴിഞ്ഞ് 15 ഇറങ്ങി, 16 ഇറങ്ങി, 17 ഇറങ്ങിയിട്ടും സെറ്റിങ്സ് ആപ്പിന് ഇതുവരെ ചേഞ്ച് ഞാൻ കണ്ടിട്ടില്ല. സെറ്റിങ്സ് ആപ്പിൻ്റെ അകത്ത് കുറച്ച് സെറ്റിങ്സ് മാറിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഓവറോൾ ലുക്കും ഫീലൊക്കെ സെയിം സാധനം തന്നെയാണ്. iOS 18-ലേക്ക് വരുമ്പോൾ അത് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ട് സെറ്റിങ്സിൻ്റെ ലേഔട്ട് സെയിം ആണെങ്കിലും ആ ഒരു ഓപ്ഷൻസുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വൈഫൈ, ബ്ലൂടൂത്ത്, സെല്ലുലാർ, ബാറ്ററി, അതുപോലെ തന്നെ ബാക്കി ജനറൽ എന്ന് പറയുന്ന ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ സെറ്റിങ്സ് ഐഫോൺസിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ വരും. ആ ഒരു സെക്ഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ഐഫോണിലെ മിക്ക എല്ലാ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ഓരോ ഇതായിട്ട് ഓപ്ഷനായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മൾ കുറേ സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും കുറേ സെറ്റിങ്സ് ഉണ്ടെന്ന്. ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ആപ്പിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാം. അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ജസ്റ്റ് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ഓപ്ഷനിലേക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെറ്റിംഗ്സ് ആപ്പ് നല്ല രീതിയിൽ ചുരുക്കി നൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സെറ്റിംഗ്സ് ആപ്പിൽ നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ട് കാണാൻ പറ്റുക, ഓരോ സെറ്റിംഗ്സ് എടുക്കുമ്പോൾ ആ സെറ്റിംഗ്സ് എന്താണ് ചെറിയൊരു ബ്രീഫ് നിങ്ങൾക്ക് ആ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ കാണും. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ അവിടെ ബ്ലൂടൂത്ത് വയർലെസ്ലി കണക്ട് ചെയ്യാം, സിസ്റ്ററിൽ കണക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ടെസ്റ്റ് കൊടുത്ത് ലേൺ മോർ ഒക്കെ കൊടുത്തിട്ട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഇത്തിരി കൂടിയും എന്താ പറയുക, ഒരു പുതിയ യൂസറിനെ സംബന്ധിച്ചോളം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ആ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റിംഗ്സ് ആപ്പിൽ ആ ഒരു റീഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ശരിക്കും ഇതിൽ വലിയ റീഡിസൈൻ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ അത്രയും വർഷം നമ്മൾ കണ്ടു വരുന്ന ആ ഒരു സെറ്റിംഗ്സിന് ഈ ഒരു iOS 18 നമുക്ക് വിരാമം ആയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത കുറേ കസ്റ്റമൈസേഷൻ കൊടുത്തിട്ടുണ്ട് iOS 18. ഫസ്റ്റ് ഓഫ് ഓൾ ലോക്ക് സ്ക്രീനിൽ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു 2 ഓപ്ഷൻസാണ്. ഇപ്പം ഫേസ് ആയിട്ടുള്ള ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഒരു ഫ്ലാഷ് ലൈറ്റും അതുപോലെ തന്നെ ക്യാമറയും. അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് സകല സെറ്റിംഗ്സിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ആ ഒരു മൂവ്മെൻറ്റും അതുപോലെ അത് സെറ്റ് ചെയ്യുന്ന രീതികളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ഫോണിൻ്റെ സകല സെറ്റിംഗ്സും നിങ്ങൾക്ക് അവിടെ ടോഗിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഒരു ഓപ്ഷനിൽ കൊടുത്തു. ഇത് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണമെന്നും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു ഫീച്ചർ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ. അങ്ങനെ അതും ഇവിടെ വന്ന് അതിൻ്റെ ഒരു സമാപനമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് എവിടെ വേണമെങ്കിലും ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ താഴെ വയ്ക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് ഐക്കൺസ് ഡാർക്ക് ആക്കാനും അതുപോലെ തന്നെ ടിൻറ്റഡ് ആക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഡാർക്ക് മോഡ് ഓൺ ആക്കുമ്പോൾ ഐക്കൺസ് എല്ലാം ഡാർക്ക് മോഡാവും. ആൻഡ്രോയിഡിൽ നമ്മൾ കാണുന്ന സെയിം സംഭവം തന്നെ. ഓക്കെ, അവിടെ നമുക്ക് തേർഡ് പാർട്ടി ആപ്പും ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാറില്ല. ഇവിടെയും അതുപോലെ തേർഡ് പാർട്ടി ആപ്പിൽ സ്വിച്ച് ചെയ്യാറില്ല. പിന്നെ ഈ ഒരു കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഹോം സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ എഡിറ്റിന് വേണ്ടി കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് അവിടെയാണ് കസ്റ്റമൈസേഷൻ കിടക്കുക. അത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻസ്, അതായത് ഒരു 4 ഓപ്ഷൻസ് ആണ് മെയിനായിട്ടും വരുന്നത്. ഓട്ടോമാറ്റിക്, ഡാർക്ക്, ലൈറ്റ്, ടിൻറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ടിൻറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ കസ്റ്റമൈസേഷൻ്റെ ആ ഒരു പ്രോപ്പർ ഫീൽ വരുന്നത്. അതായത് ഇത് കുറേ യൂട്യൂബ് വീഡിയോസിൽ ഈ ഐഫോൺ നല്ല ഫുള്ള് ബ്ലാക്ക് ഒക്കെ ആയിട്ട് ഐക്കൺസ് ഫുള്ള് ബ്ലാക്ക് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എല്ലാ ആപ്ലിക്കേഷനും കൊടുക്കാം. അതായത് എല്ലാ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അത് കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ പുറകിലൊരു പ്രശ്നമുള്ളത് വെച്ചാൽ ഈ ഒരു വലിയ വലിയ കമ്പനീസിൻ്റെ ആപ്ലിക്കേഷൻസ്, അതായത് യൂട്യൂബ് അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ഇവരുടെയൊക്കെ ലോഗോയിൽ കളർ ചേഞ്ചും കാര്യങ്ങളൊന്നും കൊണ്ടുവരാനുള്ള അധികാരം, ആ ഒരു റൈറ്റ്സ് ഇല്ല ആപ്പിളിന്. അപ്പോൾ ആ രീതിയിൽ എന്തോ ഒരു പ്രശ്നം വരാൻ നമ്മൾ സാധ്യത കാണുന്നുണ്ട്. ട്വിറ്ററിൽ അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി കമൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ, ആ ഒരു 3 ആപ്ലിക്കേഷൻ ഈ കളറിൻ്റെ ഒരു വിഷയം, ഈ ഒരു ടിൻറ്റഡ് ഓപ്ഷൻ വെച്ച് കളർ ചേഞ്ച് വരുമ്പോൾ ബാക്കി ആപ്ലിക്കേഷൻ എന്തായാലും ഇതിനെതിരെ നീങ്ങും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുത്ത് കളയേണ്ടതായിട്ട് ആപ്പിളിന് വരും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത് ഒരു എന്താ പറയുക ഒരു ടൈംസിൽ എത്തിക്കുമെന്ന്, പക്ഷെ നമുക്ക് കണ്ടറിയാം. പിന്നെ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് വിഡ്ജറ്റ്സ് ആണ്. വിഡ്ജറ്റ്സ് ഓൾറെഡി iOS 16 തൊട്ട് നമുക്ക് കാണുന്നതാണ്. അപ്പം ഈ iOSൻ്റെ 18 വരുമ്പോൾ നമുക്ക് വിഡ്ജറ്റ്സ് ഒക്കെ റീസൈസ് ചെയ്യാനും അതുപോലെ തന്നെ റീസ്കെയിൽ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സിമ്പിളാണ്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ ഇത് നൈസായിട്ട് ഒതുങ്ങിയിരുന്നോളും. ഓക്കെ, അല്ലാതെ മറ്റേ ആ ഒരു ക്ലിക്ക് ചെയ്ത് പിടിച്ച് വേറെ മറ്റേ എക്സ്ട്രാ ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ജസ്റ്റ് വിഡ്ജറ്റ്സ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, നമ്മൾ ആൻഡ്രോയിഡിലൊക്കെ കാണുന്ന പോലെ. പക്ഷേ ഇതിനകത്ത് ചെയ്തപ്പോൾ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി സിമ്പിളായിട്ടുള്ള സ്മൂത്ത് ട്രാൻസിഷനിൽ സെറ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് iOS തരുന്നുണ്ട്. അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ആപ്പ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പിൻ്റെ വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ആ രീതിയിലൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിഡ്ജറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും പെട്ടെന്ന്, അതായത് ജസ്റ്റ് ആപ്പ് ക്ലിക്ക് ചെയ്ത് തന്നെ അതിൻ്റെ വിഡ്ജറ്റ്സ് സെറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ആ ഒരു എഡിറ്റ് ക്ലിക്ക് ചെയ്ത് വിഡ്ജറ്റ്സ് നോക്കി ആഡ് ചെയ്ത് കയറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ റീഡിസൈൻ ചെയ്തിട്ടുള്ള കാൽക്കുലേറ്റർ ആപ്പാണ്. എന്തൊക്കെ അവർ കാട്ടിക്കൂട്ടിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പം ഇത്ര നാളും ഐപാഡിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തൊരു വിഷമമായിരുന്നു. അപ്പം അതിൻ്റെ വിഷമം അവർ തീർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റർ കൊടുത്തു. അതുപോലൊപ്പം തന്നെ സിസ്റ്റം വഴി ഇപ്പോൾ നിങ്ങൾ നോട്ടിലൊക്കെ ഏതെങ്കിലും കണക്ക് എഴുതി വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതവിടെ എഴുതി തന്നോളും. അതുപോലെ തന്നെ മറ്റേ +2 മാത്സും മറ്റേ ലോഗും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്ക് കണക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് ആ ഒരു കാൽക്കുലേറ്റർ ആപ്പ് വെച്ച് നിങ്ങൾക്ക് അതിനകത്ത് കണക്ക് ചെയ്യാം. അത് iPadOSൻ്റെ കാൽക്കുലേറ്റർ ആപ്പിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ iOSൻ്റെ കാൽക്കുലേറ്ററിൽ വരുമ്പോൾ കുറച്ചധികം റീഡിസൈൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളിപ്പം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. കാൽക്കുലേറ്റർ എല്ലാം എടുത്ത് വലിയ കാര്യം, നമുക്ക് അടുത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം മെസ്സേജസ് ആപ്പ്, iMessage ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നിങ്ങളുടെ ടെസ്റ്റ് പല എഫക്റ്റിൽ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ മെസ്സേജ് ആപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ iMessage നമ്മളിവിടെ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടും നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ.
പിന്നെ മെയിൻ അപ്ഡേറ്റ് കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് മെയിൻ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കൺട്രോൾ സെൻറ്ററിലാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ലാസ്റ്റ് മിനിറ്റ് അപ്ഡേറ്റ് iOS 8ൻ്റെ. അതിൽ കൺട്രോൾ സെൻറ്ററിൽ കുറച്ചൊക്കെ അപ്ഡേറ്റ്സ് വരും, അതായത് വിഡ്ജറ്റ്സിൻ്റെ ഒക്കെ അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ വാക്കിൻ്റെയൊക്കെ മറികടന്നുകൊണ്ട് ആപ്പിൾ ഒരു വിഷയമായിട്ടുള്ള കൺട്രോൾ സെൻറ്ററാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത്ര നാളത്തെ ക്ഷീണം അതായിരുന്നു, വർഷങ്ങളായിട്ട് ഈ സാധനം കാണുന്നതാണ് ഈ ഒരു കൺട്രോൾ സെൻറ്റർ. അപ്പോൾ അതിനൊരു റീഡിസൈൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് 4 സെക്ഷനായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആ ഒരു കൺട്രോൾസ് കിട്ടാനുള്ള ഓപ്ഷൻ, പിന്നെ നിങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ ആയിട്ടുള്ള പ്രത്യേക സെക്ഷൻ, ഹോം അക്സസറീസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം. അത് ആപ്പിൾ ഹോം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണക്ടിവിറ്റി, ബ്ലൂടൂത്ത്, വൈഫൈ, ഡാറ്റ അതൊക്കെ ഓൺ ആക്കാനുള്ള ഓപ്ഷൻസ്. അപ്പം ഇതെല്ലാം കൂടി അടങ്ങിയൊരു സംഭവമാണ് ഫേവറേറ്റ്സ്. പിന്നെ ആ ഒരു ഫേവറേറ്റ്സിന് തന്നെ നിങ്ങൾക്ക് മേളിലൊരു പ്ലസ് ഐക്കൺ കിട്ടും. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താലുണ്ടല്ലോ സെറ്റിങ്സ്, നിങ്ങൾ പോലും അറിയാത്ത കുറേയധികം സെറ്റിങ്സ് നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, അത് നല്ല സൂപ്പർ ഫീച്ചറാണ്. പിന്നെ ഇത്രയധികം കൺട്രോൾ സെൻറ്ററിലൊക്കെ ഇട്ട് പണിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത്ര നാളത്തെ ആ ഒരു കരച്ചിൽ ആപ്പിൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ഇങ്ങനെ ചെയ്തപ്പോൾ വേറെ കുറച്ച് പ്രശ്നം കൂടിയും ആപ്പിൾ നേരിടേണ്ടി വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ സാധാരണ നമുക്ക് ഒരു സെറ്റിങ്സിൻ്റെ കൺട്രോൾ നമുക്ക് അവിടെ ഇടാം. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സെയിം കൺട്രോൾ തന്നെ നമുക്ക് കുറേ എണ്ണം ഇടാം. നല്ല കളറായിരിക്കും, ഇതുപോലെ ഇരിക്കും. ബ്രൈറ്റ്നസ് കൂട്ടും, ഓരോ നെറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുമ്പോൾ ബാക്കിയെല്ലാം കൂടും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പരിപാടിയും ആപ്പിൾ നേരിടുന്നുണ്ട് ഈ ഇത് വന്നപ്പോൾ. പിന്നെ കൺട്രോൾ സെൻറ്ററിൻ്റെ ഐക്കനൊക്കെ റൗണ്ട് ആക്കിയിട്ടുണ്ട്, മറ്റേ കൗണ്ടർ റെക്ടാങ്കിൾ ഷേപ്പിന് പകരം. അത് അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും iOS 8ൻ്റെ ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ്. ബാക്കിയെല്ലാം ഇതിൻ്റെ അടിയിൽ വരുന്ന ഫീച്ചേഴ്സാണ്. ആപ്പിൾ ഇൻ്റലിജൻസ്. അപ്പം AI എന്ന വാക്കിൽ പുതിയൊരു മീനിങ് കൂടിയും ആപ്പിൾ ഉണ്ടാക്കിയേക്കാണ്. AI നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പോലെ ആപ്പിളിലേക്ക് AI വരുമ്പോൾ അത് ആപ്പിൾ ഇൻ്റലിജൻസ് ആവും. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് കുറേയധികം AI ഫീച്ചേഴ്സ് വരുന്നത്. ഇമേജ് ജനറേറ്റർ, ഇമോജി ജനറേറ്റർ, ഓവർ പവർ ആയിട്ടുള്ള സിരി. ഇപ്പം ഇമേജ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമോജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ജെൻ മോജി എന്നാണ് പറയുക. അതിനകത്ത് നമുക്ക് നമ്മളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ വെച്ച് നമുക്ക് ഇമേജ് ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഡിസ്ക്രൈബ് ചെയ്ത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇമോജി ഇടാം. പക്ഷേ ഈ ഒരു AI, അതായത് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബീറ്റയിലൊന്നും വരുന്നില്ല. അതെന്തായാലും സമയമെടുക്കും വരെ. ഓക്കെ, ബീറ്റ ലാസ്റ്റ്, അതായത് സെപ്റ്റംബറോട് അടുക്കുമ്പോഴുള്ള അതിൻ്റെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ വരുള്ളൂ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇമേജ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇതുപോലെ നമ്മളുടെ ആൾക്കാരുടെ, അതായത് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വെച്ച് ഫോട്ടോ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇപ്പം ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ആ ബർത്ത്ഡേ ആയിട്ടുള്ള ആളുടെ ഒരു ആനിമേഷൻ രീതിയിലുള്ള ഫോട്ടോസൊക്കെ ജനറേറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സിരി അടിമുടി മാറി മറ്റേ ആ ഒരു ലോഗൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പം വേറൊരു ഇൻ്റർഫേസ് ഈ രീതിയിലേക്കാണ് വരുന്നത്. മൊത്തം ഈ ഒരു ആപ്പിളിൻ്റെ ആ ഒരു WWDCയുടെ ആപ്പിൾ ലോഗോയുടെ കളർ പോലെ തന്നെ ഈ ഒരു സിരി നല്ല രീതിയിൽ സ്മാർട്ടാണ്, മറ്റേ പഴയ സിരി പോലെയല്ല. ഇപ്പം നമ്മൾ വെതർ ചോദിച്ചു, ഇപ്പോൾ പണ്ടത്തെ സിരി ആണെങ്കിൽ നമുക്ക് വെതർ തിരിച്ചു തരും. പക്ഷേ ഇപ്പോഴത്തെ സിരിയിൽ നമ്മൾ വെതറിൻ്റെ വേറൊരു കാര്യം, ഇപ്പം ഇപ്പോഴത്തെ ടൈം എന്താണെന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പം അത് 3 മണിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു 2 മണിക്കൂറിനുള്ളിൽ മഴ പെയ്യുമോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ സിരി ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് എന്ന് പറയും. ഓക്കെ, അതിന് പകരം ഈ ഒരു സിരി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു റെസ്പോൺസ് തന്നുകൊണ്ടിരിക്കും. നമ്മൾ ChatGPT ചെയ്യുന്ന പോലെ തന്നെ ഒരു കാര്യത്തെ പറ്റി ചോദിക്കുക, അതിൻ്റെ ഫോളോ അപ്പ് ചോദിക്കുക, അതിൻ്റെ ഫോളോ അപ്പ് ചോദിക്കുക. ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ സിരിയിൽ നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ സിരിയിൽ ഇപ്പം ടൈപ്പ് ടു സിരി എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ChatGPT ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻ. ഈ ഒരു സിരി ഫോണിൻ്റെ സകല കാര്യങ്ങളും അവർക്ക് സിരിക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡാറ്റ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ആപ്പിൾ ആ ഒരു ഇവൻറ്റിൽ പറഞ്ഞിരുന്നു 2 രീതിയിലാണ് ഈ ഒരു AI പെർഫോം ചെയ്യുക. ഒന്ന് ഓൺ ഡിവൈസ് പ്രോസസ്സിങ്ങും പിന്നെ ക്ലൗഡ് ബേസ്ഡ് പ്രോസസ്സിങ്ങും. ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സിസ്റ്റത്തിൽ തന്നെയാണ് ഡിവൈസ് പ്രോസസ്സ് ചെയ്യുന്നത്. അതല്ല വലിയ ഇത്തിരി കൂടി ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇമേജ് ജനറേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും ക്ലൗഡിലായിരിക്കും അത് ജനറേറ്റ് ചെയ്യുക. ക്ലൗഡിൽ നമ്മുടെ ഡാറ്റ ചെന്നിട്ട് അവിടുന്ന് റെസ്പോൺസൊക്കെ കിട്ടി ഇവിടെ ഒന്ന് കാണിക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ എത്രത്തോളം സേഫ്റ്റി, അവർ സേഫ്റ്റി എന്ന് പറയുമെങ്കിലും ഇപ്പോൾ ആപ്പിൾ നമ്മുടെ ഡാറ്റ എടുത്തിട്ട് ChatGPT കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു ട്രോള് ഇലോൺ മസ്ക് ഇട്ടിട്ടുണ്ട്. ഇനി iOS 8ൻ്റെ ഭാഗമായിട്ട് വന്ന ബാറ്ററി ഉള്ളൊരു ഫീച്ചറാണ്. ബാറ്ററിയിൽ നമുക്ക് ഇത് ഇനി ലിമിറ്റ് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 80% ചാർജിങ് നിർത്തണോ ഇപ്പോൾ നിർത്താം. ഇതൊക്കെ പണ്ടേ ആൻഡ്രോയിഡ് വിട്ടതാണ്, സാംസങ്ങിലൊക്കെ പണ്ടേ വന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഐഫോണിലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതോടൊപ്പം കുറേയധികം ഇൻ ആപ്പ് ചേഞ്ചസും വന്നിട്ടുണ്ട്. അതെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് ഇതിനകത്ത് വന്നിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള അടിപൊളി ഫീച്ചേഴ്സിനെ പറ്റിയാണ്, അതായത് കസ്റ്റമൈസേഷൻ, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ചേഞ്ചസാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതും ആൻഡ്രോയിഡിൻ്റെ കസ്റ്റമൈസേഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ കസ്റ്റമൈസേഷൻ തന്നെയാണ്. പക്ഷേ ഒരു ഇത് വെച്ച് നോക്കി കഴിയുമ്പോൾ ഇപ്പം iOSൻ്റെ ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഐഫോണിലും നിങ്ങൾക്ക് സെയിം രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം.
പക്ഷേ ആൻഡ്രോയിഡിലേക്ക് വരുമ്പോൾ പല കസ്റ്റമർ വോയിസ് വരും, പല കമ്പനീസാണ് അവരുടെ ആ ഒരു UI ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കസ്റ്റമൈസേഷനൊന്നും എല്ലാ ആൻഡ്രോയിഡിലും വരുന്നില്ല. ഇപ്പോൾ MI എടുക്കുന്നവർക്ക് കിട്ടുന്ന കസ്റ്റമൈസേഷൻ ലെവലല്ല വരിക പിക്സൽ എടുക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നോക്കിക്കഴിയുമ്പോൾ ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ കസ്റ്റമൈസേഷൻ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ iOS 8ൻ്റെ എലിജിബിൾ ഡിവൈസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഡിവൈസ് ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളിവിടെ കാണില്ലല്ലോ. അപ്പോൾ iOS 8ൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ macOSലും ബാക്കി എല്ലാ OSലും ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. പിന്നെ macOSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ അതിനകത്ത് ഐഫോണിൻ്റെ മിററിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഐഫോൺ ലോക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ iCloud ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മാക്ക് ഉണ്ടെങ്കിൽ ആ മാക്കിൽ നിങ്ങളുടെ ഐഫോൺ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. അതോടൊപ്പം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനും macOS Sequoia തരുന്നുണ്ട്. ഗെയിമിംഗ് മോഡും കൂടി iOSലും iPadOSലും macOSലും ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫോക്കസ് എന്ന് പറയുന്ന പരിപാടിയല്ല. ഓക്കെ, ആ ഒരു ഫോക്കസ് എന്ന് പറയുമ്പോൾ ഗെയിം കളിച്ച് 10 മിനിറ്റ് 12 മിനിറ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് ഓൺ ആവുക. അതല്ല ഇവിടെ ഈ ഒരു ഗെയിം മോഡ്. ഗെയിം എപ്പോൾ ഓൺ ആവുന്നോ ഈ ഗെയിം മോഡ് ഓൺ ആവും. ബാക്ക്ഗ്രൗണ്ടിൽ സംഭവം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലെ ടാസ്കുകളെല്ലാം മാക്സിമം മിനിമൈസ് ചെയ്യും. എന്നിട്ട് ഗെയിം മാത്രം ഫോക്കസ് ചെയ്ത് സുഖമായിട്ട് ഗെയിം കളിക്കാനുള്ള സെറ്റപ്പ് ആക്കി ഐഫോണോ ഈ ഒരു മാക്കോ ഐപാഡോ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതായത് 2024 ഒരു മൊബൈൽ ഇൻഡസ്ട്രിയിൽ iOS ആപ്പിൾ കൊണ്ടുവന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ചില്ലറ ചേഞ്ച് അല്ല. അതായത് വർഷങ്ങളോളം നമ്മളെല്ലാവരും പറഞ്ഞതും അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഫോൺ ആപ്പിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫോണിൽ നമുക്കിപ്പം നമ്മുടെ അറിയാവുന്ന ആളുടെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ആ കോൺടാക്റ്റ് അവിടെ വരും. അതുപോലെ തന്നെ അറിയാത്ത ആളുടെ നമ്പർ അവിടെ ഡയൽ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ പ്ലസ് ഐക്കൺ ഉണ്ട് കോൺടാക്ട്സിലൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാനും. പിന്നെ ഐഫോണിൻ്റെ ആപ്പിൽ റീകൻസിലും ചേഞ്ച് വന്നിട്ടുണ്ട്. റീകൻസിൽ നമുക്കിപ്പം നമ്മുടെ ആ ഒരു വിളിക്കുന്ന ആളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോയും പിന്നെ നമ്പറും പിന്നെ നിങ്ങൾക്ക് സൈഡിൽ ആ ഒരു കോൾ ഐക്കണും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ iOS 8 എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ആൻഡ്രോയിഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അത് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് കണ്ടിട്ട് നിങ്ങൾ ഐഫോൺ എടുക്കോ ഇല്ലയോ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ iPhone 15 സീരീസ് ഇനി എടുക്കുന്നവരോട് നിങ്ങൾ ഈ iPhone 15 സീരീസ് ഇപ്പോൾ എടുക്കുന്നത് നിർത്തി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഫോണുണ്ട്, ഇപ്പം വലിയ അത്യാവശ്യമൊന്നുമില്ല മാറാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം ഉള്ള ഫോൺ യൂസ് ചെയ്യുക. iPhone 16 സീരീസിൽ ഇതിൻ്റെ ഒരു AI ഫീച്ചേഴ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സെറ്റപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം iOSൻ്റെ 16 Pro സീരീസിൽ നിങ്ങൾക്ക് മിക്ക AI ഫീച്ചേഴ്സും ഓൺ ഡിവൈസ് പ്രോസസ്സിങ് ആവാൻ ചാൻസ് ഉണ്ട്, നല്ല ആ ഒരു പ്രൊസസ്സർ വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ iPhone 16 Pro എന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങളിൽ നമ്മൾ കാണുന്ന Pro സീരീസിനേക്കാളും വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ ബൈ.